ഒത്തിരി വേദനിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും വിശുദ്ധ ഗ്രന്ഥം തുറന്ന് ഒരു വചനം കിട്ടുക. ഒത്തിരി സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴായിരിക്കും ഒരു ആത്മീയ ലീഫ്ലെറ്റ്, ഒരു ലേഖനം നമ്മുടെ കയ്യിലോട്ട് കിട്ടുക. ഒത്തിരി ഇനി വേണ്ട, തീർത്തേക്കാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഓൺലൈനിൽ ഒരു സജഷനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു വീഡിയോ, ഒരു വചന ശുശ്രൂഷ കയറി വരിക. ഒരു ദൂതൻ വരികയാണ്. ഹാഗാർ, നീ പേടിക്കണ്ട, നീ കരയണ്ട, ഒന്ന് ഒറ്റ നിമിഷം പിടിച്ചു നിൽക്കാൻ, ഒരു ദിവസം കൂടെ പിടിച്ചു നിൽക്കാൻ വേണ്ടി കർത്താവ് വചനത്തിലൂടെ നമുക്ക് ശക്തി തന്നുകൊണ്ടിരിക്കും. വ്യക്തികളിലൂടെ, എഴുത്തുകളിലൂടെ നമുക്ക് ശക്തി തന്നുകൊണ്ടിരിക്കും. ഹാഗാർ എഴുന്നേറ്റ് കുട്ടിയെ എടുക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ദൈവം അവളുടെ കണ്ണ് തുറന്നു എന്നാണ് 19-ാമത്തെ വാക്യം വായിക്കുക. 20-ാമത്തെ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, ദൈവം ആ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ അവൻ അപ്പോൾ കിടന്ന് കരഞ്ഞപ്പോഴും മാത്രമല്ല, അവൻ ഒറ്റപ്പെട്ടപ്പോഴും മാത്രമല്ല, അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഓൾവേസ് അല്ല, ഇപ്പോൾ ഒരു സ്ട്രഗിളിൽ മാത്രമല്ല, എപ്പോഴും കൂടെ ഉണ്ടാകും. ഇസ്മായിലിനെ കുറിച്ച് നമ്മൾ പിന്നീട് അധികം ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പുസ്തകങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നില്ല. പക്ഷേ ഒരു ഒറ്റ ബോധ്യം, അത്രയും വായിച്ചാൽ മതി എന്ന് എനിക്ക് തോന്നുന്നു ഇസ്മായിലിനെ കുറിച്ച്. കാരണം ബാക്കിയെല്ലാം വായിക്കേണ്ടത് ഈ വചനം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തിയിട്ടാണ്. ദൈവമേ, ഞാൻ ഒറ്റപ്പെട്ടപ്പോഴും എൻ്റെ അമ്മയോ അപ്പനോ പോലും എന്നെ മാറ്റി നിർത്തിയപ്പോഴും ഞാൻ വേദനിക്കുന്നത് കണ്ട് സഹായിക്കാൻ പറ്റാതെ അവരവരുടെ വിഷമത്തിൽ ചിലപ്പോൾ മാറി നിന്ന് കാണും. ചിലപ്പോൾ അവർക്ക് എൻ്റെ വിഷമം കാണാൻ പറ്റാത്ത അതിനുള്ളൊരു ശേഷി അവർക്ക് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഐ വാസ് ടോട്ടലി അലോൺ, ഐ വാസ് ബ്രോക്കൺ. ഞാൻ നിങ്ങൾ കീറി മുറിഞ്ഞു നിൽക്കായിരുന്നു, എന്നെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. പക്ഷേ നീ എൻ്റെ പ്രാർത്ഥന കേട്ടു, നീ എൻ്റെ കണ്ണുനീര് കണ്ടു, എൻ്റെ നെഞ്ചു പിടയുന്നത് നീ കണ്ടു. ഐ താങ്ക് യു. എന്നെ നീ കയ്യിലെടുത്തു, നീ എന്നെ ഇനി മുന്നോട്ട് നയിക്കുമെന്ന് എനിക്കറിയാം. ഈ പ്രാർത്ഥനയോടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഗോ എഹെഡ്. ഈശോയുടെ കൈപിടിച്ച് നിങ്ങൾ മുമ്പോട്ട് പോകണം. ഈശോയുടെ സ്നേഹത്തിൽ, ശക്തിയിൽ മുമ്പോട്ട് പോകണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ഒറ്റപ്പെടലിൽ, ഈ വേദനയിൽ നീ ഒറ്റയ്ക്കായി പോവാൻ ഈശോ അനുവദിക്കില്ല. ഹീസ് ഓൾവേസ് വിത്ത് യു. പ്ലീസ് ബിലീവ്. ശക്തിയോടെ മുമ്പോട്ട് പോവുക. ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.